സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം അധ്യായം 13-15 തിരുവചനം. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും, ഞാൻ എൻ്റെ നടപ്പ് അവൻ്റെ മുമ്പാകെ തെളിയിക്കും. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട ഇയ്യോബിൻ്റെ പുസ്തകം 13 അധ്യായം 15 തിരുവചനത്തിൽ ഇയ്യോബ് എന്ന ഭക്തനായ മനുഷ്യൻ്റെ പ്രത്യാശയാണ് നാം കാണുന്നത്. ഇത് നമുക്ക് പ്രാർത്ഥനയോടെ ധ്യാനിക്കാം. ഇയ്യോബ് കഷ്ടത്തിലായിരിക്കുകയാണ്, നഷ്ടത്തിലായിരിക്കുകയാണ്, അനർത്ഥത്തിലായിരിക്കുകയാണ്. ചില മണിക്കൂറിനകം ധനവാനും ധന്യനുമായിരുന്ന, ഭാഗ്യവാനായിരുന്ന, ദൈവമുമ്പാകെയും മനുഷ്യരുടെ മുമ്പാകെയും സമൃദ്ധിയിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ പിശാചിൻ്റെ പരീക്ഷയാൽ ചില മണിക്കൂറുകൾക്കകം ഭവനവും മക്കളും ദാസീദാസന്മാരും ആടുമാടുകളും സർവസമ്പത്തും തകർന്ന് ഏറ്റവും ഒടുവിൽ തൻ്റെ ശരീരത്തിൽ ഉണ്ടായ വ്രണങ്ങൾ നിമിത്തം, കുഷ്ഠരോഗം പോലെയുള്ള അനുഭവം നിമിത്തം ഒരു ഓട്ടുകഷ്ണമെടുത്ത് തൻ്റെ ശരീരത്തിലെ ഓരോ വ്രണങ്ങളിലെയും പുഴുക്കളെ പെറുക്കിയെടുക്കുന്ന അഥവാ ചുരണ്ടിക്കൊണ്ടിരുന്ന അനുഭവം. ഇത്രയും പരിതാപകരമായ അവസ്ഥയിലായിരുന്നുകൊണ്ട് ഇയ്യോബ് പറയുന്നു, ഞാൻ അനുഭവിച്ച ഈ കഷ്ടനഷ്ട ശോധനകൾ ഇതൊന്നും എൻ്റെ ദൈവത്തിലുള്ള, എൻ്റെ ദൈവത്തിന്മേലുള്ള എൻ്റെ വിശ്വാസവും പ്രത്യാശയും നശിപ്പിക്കുന്നില്ല. ആ ദൈവം എൻ്റെ പ്രാണൻ മാത്രം എൻ്റെ ശരീരത്തിൽ ശേഷിച്ചിരിക്കെ എന്നെ കൊന്നാലും, അതെ, ആ ദൈവം എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. എത്ര പേർക്ക്, എത്ര ഭക്തന്മാർക്ക്, എത്ര വിശ്വാസികൾക്ക് ഈ പ്രത്യാശ പരസ്യമായി പ്രഖ്യാപിക്കുവാൻ കഴിയും? ഇത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളി ഉയർത്തുന്ന വചനമാണ്. നമുക്കെല്ലാം സന്തോഷത്തിൽ, സമാധാനത്തിൽ, സമൃദ്ധിയിൽ ദൈവത്തെ വിശ്വസിക്കുവാൻ, ദൈവഭക്തനായിരിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ആരാധിക്കുവാൻ, ദൈവത്തെ സ്നേഹിക്കുവാനൊക്കെ കഴിയും. എന്നാൽ പ്രതികൂലങ്ങളുടെ നടുവിൽ ഇയ്യോബിനെ പോലെ അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കുമെന്ന് പറയുവാൻ നമുക്ക് കഴിയുമോ? അങ്ങനെ കഴിയുമെങ്കിൽ മാത്രമാണ് നാം യഥാർത്ഥമായ ഭക്തനും ഭക്തയും വിശ്വാസിയും ദൈവസ്നേഹിയുമായി മാറ്റപ്പെടുന്നത്. ഈ കൊടിയ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ ഇയ്യോബ് എന്ന ഭക്തൻ 19 അധ്യായം 26 തിരുവചനത്തിൽ മറ്റൊരു വിശ്വാസ പ്രഖ്യാപനം നടത്തി. അത് ഇപ്രകാരമായിരുന്നു: എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും. ഹല്ലേലൂയ. എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം, അഥവാ പുഴുക്കൾ, രോഗം, വ്യാധി എന്നെ ബാധിച്ചിരിക്കുകയാണ്. ഈ രോഗം, വ്യാധി, ഈ പുഴുക്കൾ, ഈ അണുക്കൾ എൻ്റെ ശരീരം നശിപ്പിക്കാം. പക്ഷേ അവിടം കൊണ്ട് എൻ്റെ ജീവിതം അവസാനിക്കുന്നില്ല. ഈ ദേഹം ഇങ്ങനെ മണ്ണോട് മണ്ണ് ചേർന്നാലും ഞാൻ ദേഹസഹിതനായി. അതെങ്ങനെ? ദൈവം നൽകുന്ന പുതുശരീരം. അതെ, അതുകൊണ്ടാണ് അദ്ദേഹം വ്യക്തമായി പറയുന്നത് ദേഹസഹിതനായി. ദേഹരഹിതനായെന്നല്ല,
ദേഹസഹിതനായി ഒരു പുതിയ ശരീരത്തോടെ ദൈവത്തെ കാണും. ഇതാണ് പ്രത്യാശ, ഇതാണ് വിശ്വാസ പ്രഖ്യാപനം. ഇത് ദൈവവുമായി അനുദിനം ആഴമായ ഒരു ബന്ധമുള്ളവർക്ക് ഇങ്ങനെ പ്രഖ്യാപിക്കുവാൻ സാധിക്കുകയുള്ളൂ. ആ യഥാർത്ഥമായ വിശ്വാസത്തിലേക്കും പ്രത്യാശയിലേക്കും നമുക്ക് വരാം. ആമേൻ. വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താലെല്ലാം ചെയ്തിടും ഞാൻ. വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താലെല്ലാം ചെയ്തിടും ഞാൻ. ഒന്നും അസാധ്യമായില്ലെൻ്റെ മുൻപിലിനി ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ലെൻ്റെ മുൻപിലിനി ജയം എനിക്കുണ്ട്.